ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 26. കാശിയുടെ കാറിൽ കൃഷ്ണനും കുടുംബവും കയറിയതും അഗ്നി ഒറ്റയ്ക്കാവും എന്ന് പറഞ്ഞ് കാശി നച്ചുവിനെ അവൻ്റെ കാറിൽ കയറ്റി. ഗൗരി പിന്നെ നച്ചുവിനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യമേ വണ്ടിയെടുത്തു പോയിരുന്നു. വഴിയിലുടനീളം നിശബ്ദത നിറഞ്ഞു നിന്നു. പരസ്പരം സംസാരിക്കാൻ ഒരുപാട് തോന്നിയെങ്കിലും എന്തോ അവരെ പിന്നോട്ട് വലിച്ചു. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ടെൻഷനോടെ ഫോണിലൂടെ സംസാരിക്കുന്ന യാദവിനെ കണ്ടാണ് അനാമിക അവൻ്റെ അടുത്തേക്ക് ചെന്നത്. ഫോൺ വെച്ചതും അനാമിക നിൽക്കുന്നത് കണ്ടതും യാദവ് അവൾക്കടുത്തേക്ക് ചെന്നു. മിക, വരുണിനൊരു ആക്സിഡൻറ്റ്. ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അയ്യോ, വരുണേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ്റെ ഒപ്പം ചിലവഴിച്ച നല്ല ഓർമ്മകളിൽ അനാമിക വെപ്രാളത്തോട് ചോദിച്ചതും യാദവ് നെറ്റിച്ചുളിച്ച് അവളെ നോക്കി. അത് എനിക്കെൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. ആ ചേട്ടൻ ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുണ്ടല്ലോ. കാര്യമായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. നീ ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല. അവയുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്ന വിശ്വനാഥൻ പറഞ്ഞതും യാദവ് എന്തെന്ന പോലെ അയാളെ നോക്കി. നിന്റെ ചേട്ടൻ്റെ കല്യാണമാണിന്ന്. അപ്പോൾ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അയാൾ പറഞ്ഞതും അവൻ അയാളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. ചേട്ടനോ? അവനോ? എനിക്ക് ജന്മം നൽകിയവരല്ല അവന് ജന്മം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവന് ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കല്യാണം ആദ്യത്തെ പോലെ അവനാണല്ല എന്ന് മനസ്സിലാവുന്നതും ഇപ്പോൾ കിട്ടിയ പെണ്ണും അവൻ ഇട്ടേച്ചും പോകും. പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്ന ബന്ധത്തിന് സാക്ഷിയാവാൻ എനിക്ക് താല്പര്യമില്ല. അവനേക്കാളും എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് വലുത്. പിന്നെ എന്നെ ഭരിക്കാൻ എനിക്ക് ജന്മം നൽകിയ ആളല്ല നിങ്ങൾ എന്ന് വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതായിരിക്കും. അത്രയും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. അപമാനഭാരത്താൽ അയാളുടെ തല കുനിഞ്ഞു. അയാളെ നോക്കുന്ന അനാമികയുടെ കണ്ണിലും അപ്പോൾ പുച്ഛം മാത്രമായിരുന്നു. അമ്പലത്തിൽ വേണ്ടപ്പെട്ട കുറച്ചാളുകൾ മാത്രമേ വന്നിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെ ഹാളിലേക്കാണ് ക്ഷണിച്ചിരുന്നത്. അഗ്നിയെയും ബന്ധുക്കളെയും സുരേന്ദ്രനും കുടുംബവും ഉപചാരപൂർവ്വം സ്വീകരിച്ചു. താലികെട്ടിന് മുഹൂർത്തമാവാൻ സമയമുള്ളതുകൊണ്ട് അമ്പലത്തിനുള്ളിലെ തന്നെ ഒരു റൂമിൽ അവരെ കൊണ്ടിരുത്തി. അവിടെ ഇരിക്കുമ്പോഴും അഗ്നിയുടെ മനസ്സിൽ നേത്രയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. സർ, വിളി കേട്ടതും അഗ്നി മുഖം ഉയർത്തി നോക്കിയതും തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവൻ്റെ മുഖം ഇരുണ്ടു. നേത്രയും ഗൗരിയും അവർക്കൊപ്പം എഡ്വിനുമായിരുന്നു വന്നിരുന്നത്. നീളപുഞ്ചിരിയോടെ എഡ്വിൻ്റെ കൈ പിടിച്ചു നിൽക്കുന്ന നേത്രയെ കണ്ടതും അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഹലോ അഗ്നി, ഞാൻ എഡ്വിൻ ജോർജ്. അഗ്നിക്ക് നേരെ കൈ നീട്ടിയതും മുഖത്ത് ഒരു ചിരി പോലുമില്ലാതെ അഗ്നി തിരികെ അവന് കൈ നൽകി. വെറും എഡ്വിൻ ജോർജ് അല്ല കേട്ടോ, ദാ ഈ നിൽക്കുന്ന ഗൗരി ജോർജിൻ്റെ ഇരട്ട സഹോദരൻ. നച്ചു പറഞ്ഞതും അഗ്നിയുടെ മുഖത്ത് സംശയം നിറഞ്ഞു. സംശയിക്കണ്ട, ഞങ്ങളുടെ അപ്പൻ നല്ല അസല പാലാക്കാരൻ നസ്രാണിയും അമ്മ നായരുമാണ്. അതാണ് ഞങ്ങളുടെ പേരിങ്ങനെ. പിന്നെ ഞാൻ ഗൗരിയുടെ മാത്രം ചേട്ടനല്ല കേട്ടോ. ദാ എൻ്റെ നച്ചുവിൻ്റെയും മിച്ചായനാണ്. അതിലുപരി ബെസ്റ്റ് ഫ്രണ്ടും. എഡ്വിൻ പറഞ്ഞതും അഗ്നി നന്നായി ഒന്ന് ഞെട്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് കാശി കയറി വന്നതും എഡ്വിൻ അവനോട് കുറച്ച് സംസാരിച്ച് ശേഷം പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോയി. അവൻ പോയതും കാശി അഗ്നിക്കരികിൽ ചെന്ന് നിന്നു. എന്ത് പറ്റി അഗ്നി, ഞെട്ടിപ്പോയോ? അന്ന് നച്ചുവിനെ അവനൊപ്പം കണ്ടപ്പോൾ നിന്റെ മുഖത്ത് നിറയുന്ന ഭാവങ്ങളിൽ നിന്നും തന്നെ നീ അവളെയും അനാമികയോടൊപ്പം താരതമ്യം ചെയ്ത് ഒരു ബാഡ് ഇമേജ് മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അതാണ് നച്ചു അവനെ പരിചയപ്പെടുത്തി തന്നപ്പോൾ നിന്റെ കല്യാണത്തിന് ഞാൻ അവനെ ക്ഷണിച്ചത്. സത്യം, നീ നേരിട്ട് അവരിൽ നിന്നും മരണം എന്ന് ഞാൻ കരുതിയിരുന്നു. ഇനിയെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിക്കും മുന്നേ ഒന്നുകൂടി ചിന്തിക്കണം കേട്ടോ. അതും പറഞ്ഞ് കാശിയും റൂം വിട്ടിറങ്ങി. കാശിയുടെ വാക്കുകൾ അവൻ്റെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറി. നേത്രയെ അനാമികയുമായി ഉപമിക്കാൻ തോന്നിയ തൻ്റെ പൊട്ട ബുദ്ധിയോട് അവന് സ്വയം വെറുപ്പ് തോന്നി. ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചു നിന്നു. മനസ്സിലേക്ക് നേത്രയുടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നതും ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. വെറുപ്പ് എന്ന മൂടുപടത്താൽ താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നേത്രയോടുള്ള വികാരം എന്താന്ന് ചെറിയ അറിവ് ലഭിച്ചതും അവൻ ശക്തമായി തല കുടഞ്ഞു. വേണ്ട, ഇത്രയും കാലം എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ മുന്നോട്ടും മതി. തൻ്റെ ജീവിതം ഒരു ചെളിക്കുണ്ടാണ്, അതിലേക്ക് ഒരാളെ കൂടി വലിച്ചിടേണ്ട. അഗ്നിയുടെ ഹൃദയം കല്ലാണ്. അവിടേക്ക് ഇനി ആർക്കും ഒരു പുതിയ വികാരത്തിനും പ്രവേശനമുണ്ടാവാൻ പാടില്ല. മനസ്സിൽ ഉറച്ച തീരുമാനത്തോടെ അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടാൻ അവർ തയ്യാറെടുത്തു എന്ന് സ്വയം വിശ്വസിക്കുമ്പോഴും അവൻ്റെ മനസ്സിലേക്ക് അനുവാദം കൂടാതെ നേത്രയുടെ മുഖം കടന്നു വന്നുകൊണ്ടിരുന്നു.
പെണ്ണെന്ന വർഗത്തിനോടെ വെറുപ്പുള്ള തൻ്റെ മനസ്സിലേക്ക് എന്തിനാണ് നീ കടന്നു വരുന്നത് പെണ്ണെ? നിന്നെ വെറുക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലല്ലോ. മനസ്സിലെ സംഘർഷം സഹിക്കവയ്യാതെ അഗ്നി അലറി വിളിച്ചു. സർവാഭരണ വിഭൂഷിതയായി അഗ്നിയുടെ താലി സ്വീകരിക്കുവാൻ തയ്യാറായി അഞ്ജലി കാത്തിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകളിലും മുഖത്തും തലേ ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം നിറഞ്ഞു നിന്നു. അത് പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ വെപ്രാളം കൊണ്ടായിരുന്നില്ല, മറിച്ച് കല്യാണ തലേന്നുള്ള ആഘോഷത്തിൻ്റെ ബാക്കിയായിരുന്നു. ആരുടെയൊപ്പമാണ് കുടിച്ചു ബോധമില്ലാതെ താൻ ശരീരം പങ്കിട്ടത് എന്നുപോലും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇന്ന് താൻ ആരെയും ആകർഷിക്കത്തക്ക സൗന്ദര്യമുള്ള അഗ്നിദത്തിനൊപ്പമായിരിക്കും എന്ന ചിന്ത അവളിൽ പ്രത്യേക അനുഭൂതി നിറച്ചു. പെട്ടെന്നാണ് താൻ ഇരിക്കുന്ന റൂമിൻ്റെ വാതിലിൽ ആരോ കൊട്ടുന്ന ശബ്ദം അഞ്ജലി കേട്ടത്. റൂമിൽ തനിയായതിനാൽ അമ്മയാവും എന്ന് കരുതി അവൾ ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന പരിചയമില്ലാത്ത 2 പെൺകുട്ടികളെ അവൾ സംശയത്തോടെ നോക്കി. ആരാ? ഹ, കല്യാണ പെണ്ണിനെ കാണാൻ വന്നവരെ പുറത്തിങ്ങനെ നിർത്തുന്നത് മോശമല്ലേ? അതും പറഞ്ഞ് അഞ്ജലിയെ ഒരു കൈകൊണ്ട് റൂമിനകത്തേക്ക് തള്ളി അവർ 2 പേരും അകത്തേക്ക് നടന്നു. ഇടിച്ചു കയറുള്ള അവരുടെ പെരുമാറ്റം അവളിൽ ഭയം നിറച്ചു. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എനിക്ക് നിങ്ങളെ അറിയില്ല. ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം മര്യാദയ്ക്ക്. പോകാമെന്നേ. അതിനു മുന്നേ ഈ വീഡിയോ ഒന്ന് കാണ്, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അത്രയും പറഞ്ഞ് കൂട്ടത്തിലൊരുവൻ ഫോണിൽ ഒരു വീഡിയോ അഞ്ജലിക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ടതും പ്രേതത്തെ കണ്ട പോലെ അവളുടെ മുഖം വിളറി വെളുത്തു. പ്ലീസ്, ഇത് ആരെയും കാണിക്കരുത്. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. തൊഴുകൈകളോടെ അഞ്ജലി പറഞ്ഞതും മുന്നിൽ നിൽക്കുന്നവരുടെ ചുണ്ടിൽ ക്രൂരമായ ചിരി വിരിഞ്ഞു. തൻ്റെ മുറിയിലേക്ക് പരിഭ്രമത്തോടെ കയറി വരുന്ന കാശിയെ കണ്ടതും അഗ്നി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. അവന് മുന്നിൽ ചെന്ന് നിന്ന് അവൻ തൻ്റെ കയ്യിലെ ഫോൺ നീട്ടി. സംശയത്തോടെ അഗ്നി ആ ഫോൺ വാങ്ങി അതിൽ പോസാക്കി വെച്ചിരിക്കുന്ന വീഡിയോ ഓൺ ചെയ്തു. പപ്പ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ കല്യാണം വേണ്ട. ഉള്ളിൽ മറ്റൊരുവൻ്റെ കുഞ്ഞിനെ ചുമന്ന് അഗ്നിയെപ്പോലെ ഒരാളെ ചതിക്കാൻ വയ്യ. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനൊപ്പം ഞാൻ പോവുകയാണ്. എന്നെ അന്വേഷിച്ച് വരരുത്. സോറി. അഞ്ജലി സംസാരിക്കുന്ന വീഡിയോ കണ്ടതും അഗ്നി ദേഷ്യത്തോടെ ആ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. കട്ടിലിൽ തലയിൽ കൈ താങ്ങി അഗ്നി ഇരുന്നതും കാശി അവനടുത്ത് ചെന്നിരുന്നു. നിനക്കെങ്ങനെ ഈ വീഡിയോ കിട്ടി? അതുപോലെ ഇരുന്നു കൊണ്ട് തന്നെ അഗ്നി കാശിയോട് ചോദിച്ചു. താലി കെട്ടാൻ സമയമായി, അമ്പലത്തേക്ക് ഇറങ്ങാം എന്ന് പറയാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവിടെ അയാളും അയാളുടെ ഭാര്യയും ഒക്കെ കൂടി നിന്ന് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ തന്നെ ഞാനൊന്ന് അയാൾക്കിട്ട് പൊട്ടിച്ചു. അത് അയാളുടെ മോള് ഓടിപ്പോയതിനല്ല, അവൾ പോയതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ആ പെണ്ണ് നിനക്ക് ചേർന്നതല്ല എന്ന് തുടക്കം മുതലേ ഞാൻ പറഞ്ഞതല്ലേ. പക്ഷേ നിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒപ്പം നിൽക്കേണ്ടി വന്നു. എന്നാൽ അയാളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. ഗർഭിണിയായ പെണ്ണിനെ ചതിയിലൂടെ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതിന്. കാശി പറയുന്നത് കേട്ടപ്പോൾ അഗ്നിക്ക് അയാളോട് വല്ലാത്ത ദേഷ്യം തോന്നി. അതിൽ കൂടുതൽ അവനെ വിഷമത്തിലാക്കിയത് ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന അതിഥികൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി അപഹാസ്യനായി നിൽക്കേണ്ടി വരും എന്നോർത്തായിരുന്നു. ഒരിക്കൽ കൂടി അനാമികയ്ക്ക് മുന്നിൽ അവൻ ആലോചിക്കും തോറും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി.